ഈ ശനിയാഴ്ച അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലം വന്ന്, അതായത് എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ താണ്ടി ഇവരുടെ കൂടാണ്. എത്ര മാറി നിന്നാലും ഞാൻ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ വരുമ്പോൾ മുട്ടായി കാണുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് എൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് മാറത്തില്ല മിഠായി കിട്ടുന്നത് വരെ. കയ്യിൽ നിന്ന് മുട്ടായിക്ക് എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കാണിക്കും, മുട്ടായി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുത്തിപ്പിക്കും. അപ്പോൾ വായിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റിട്ട് വീടാറാവും. അങ്ങനെ പിന്നെ രണ്ടെണ്ണത്തിനെയും കൂടെ കൊണ്ടിരുത്തും. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് വന്ന് നിൽക്കും. മുട്ടായി തീരുന്നതിനനുസരിച്ച് മുന്നിലോട്ട് നീങ്ങി നിൽക്കും. ലാസ്റ്റ് പീസ് ആർക്കാ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മത്സരമുണ്ട് അവിടെ ലാസ്റ്റ് നേരം. കഴിഞ്ഞ് അമ്മ രാവിലെ ഇപ്പം നടക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. രാവിലെ നടക്കാനൊക്കെ പോയി കുളിച്ച് സുന്ദരിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞാൻ ചായ കുടിക്കാറില്ല, അമ്മലിന് ചായ ഇട്ട് കൊടുത്ത് അമ്മയും ചായ ഇട്ട്, ചായ ഒഴിച്ചപ്പോൾ എല്ലാം കൂടെ തുളുമ്പി താഴെ വീണു. കുറച്ചൊക്കെ മുന്നേ കാവിൽ ഉച്ചാരം ഉണ്ടായിരുന്നു, അപ്പം തെരൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതിന്റെ ബാക്കി ബാലൻസ് ഞാൻ വരുന്നോണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തെരൽ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ വന്നിട്ട് തെരലെ ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്, പക്ഷെ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ വന്നുടനെ അതാണ് കഴിച്ചത്. വേറൊന്നും പിന്നെ ഉണ്ടാക്കാണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ വീട്ടിൽ വന്നാലും പാപ്പപ്പെട്ടി തുറന്നു നോക്കും, എന്തെങ്കിലും കുറയ്ക്കാനുള്ളത് അതിനകത്ത് കാണും. പക്ഷെ ഇപ്പം ജിത്തു കൂടെ ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ വാങ്ങിച്ചു വെക്കാറില്ല എന്നാണ് പറയുന്നത്. അവരൊന്നും അധികം തിന്നത്തില്ല. പണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേന് അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുന്നത് വാങ്ങിച്ചു വെക്കും, ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് തരാൻ വേണ്ടി. അത് ജിത്തു കാണാതെ ഇങ്ങനെ ഒളിപ്പിച്ച് ഓരോ പാത്രത്തിലായിട്ട് അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്ക് ഇങ്ങനെ ഒളിപ്പിച്ചു. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരെ നല്ല വെളുത്ത് വെട്ടമായി. നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു, വെളുപ്പിനെയാണ് നമ്മൾ വന്നത്. പിന്നെ അമ്മായിമ്മയും മരുമോനും ഒക്കെ കുറച്ചു നേരം നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു.